ഏഷ്യാനെറ്റിലെ ജനപ്രിയ കുടുംബ പരമ്പരയായ ഈ പുഴയും കടന്ന് വിജയകരമായി 100 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്നാൽ 100 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയ ഈ അവസരത്തിൽ എത്തുന്ന വാർത്ത അത്ര സന്തോഷകരമായിട്ടുള്ളതല്ല. സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ ഗോമതി പ്രിയ ആ സീരിയലിൽ നിന്നും പിന്മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് എത്തുന്നത്. സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ കാവേരിയായിട്ടാണ് ഗോമതി പ്രിയ എത്തിയിരിക്കുന്നത്. നിവിന്റെയും കാവേരിയുടെയും കെമിസ്ട്രി വലിയ രീതിയിൽ മുന്നേറുന്നതിനിടെയാണ് ഈ സംഭവം. നിവിനും കാവേരി കോംബോ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിനിടെയാണ് ഏറെ വേദനിപ്പിക്കുന്ന ഈ വാർത്ത എത്തിയിരിക്കുന്നത്. ഈ സീരിയലിൽ നിന്നും ഗോമതി പ്രിയ പിന്മാറിയെന്ന വാർത്ത എത്രത്തോളം സത്യമാണ് എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഗോമതി പ്രിയയ്ക്ക് പകരം ആ സ്ഥാനത്ത് മറ്റൊരു താരമായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനു മുൻപ് മറ്റൊരു സീരിയലിൽ നിന്നും, അതായത് ചെമ്പനീർ പൂവിൽ റബേക്ക അവതരിപ്പിച്ച കഥാപാത്രം മുൻപ് ആദ്യം അവതരിപ്പിച്ചിരുന്നത് ഗോമതി പ്രിയയാണ്. ആ സീരിയലിൽ നിന്നുമാണ് താരം പിന്മാറിയതാണോ അന്ന് സീരിയലിൽ നിന്നും താരത്തെ മാറ്റിയതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്താണെങ്കിലും അതിനുശേഷം പിന്നെയും ഒരു മലയാളം സീരിയലിലേക്ക് തന്നെ താരം കടന്നു വരികയായിരുന്നു. മലയാളിത്തം ഇല്ലെങ്കിലും മലയാളികളുടെ കേരളത്തനിമയുള്ള ഒരു പെൺകുട്ടി തന്നെയായിരുന്നു ഗോമതി പ്രിയ. ഗോമതി പ്രിയയെ മലയാളികൾക്ക് വലിയ ഇഷ്ടമാണ്. ഗോമതി പ്രിയ വീണ്ടും ഈ സീരിയലിൽ നിന്നും മാറുന്നു. അതായത് ചെമ്പനീർ പൂവിൽ നിന്നും മാറിയ ഗോമതി പ്രിയ ഈ പുഴയും കടന്നിലും മാറുന്നു എന്ന് കേൾക്കുമ്പോൾ ആരാധകർ വീണ്ടും ഞെട്ടിയിരിക്കുന്നു. ഏഷ്യാനെറ്റിലെ ജനപ്രിയ കുടുംബ പരമ്പരയായ ഈ പുഴയും കടന്ന് ഇപ്പോൾ വിജയകരമായി മുന്നേറുന്നതിനിടെയാണ് ഈ വാർത്ത. തമിഴിലെ ഹിറ്റ് സീരിയലായ മഹാനദി ഔദ്യോഗിക മലയാളം റീമേക്കായ ഈ പരമ്പര 2026 ഫെബ്രുവരി 2-നാണ് സംപ്രേക്ഷണം ആരംഭിച്ചത്. നിലവിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30 ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന പരമ്പരയുടെ പുതിയ എപ്പിസോഡുകൾ ജിയോ ഹോട്ട്സ്റ്റാർ വഴിയും സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. അച്ഛന്റെ വിയോഗത്തിന് ശേഷം ജീവിത പ്രതിസന്ധികളെ നേരിടുന്ന 4 പെൺമക്കളുടെയും അവരുടെ അമ്മയുടെയും ജീവിതമാണ് ഈ പുഴയും കടന്ന് അവതരിപ്പിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ, സഹോദരിമാരുടെ സ്നേഹം, അച്ഛൻ മകൾ വികാരങ്ങൾ എന്നിവയാണ് പരമ്പരയുടെ പ്രധാന ആകർഷണം. വികാര നിർഭരമായ കുടുംബ കഥകളെ ഇഷ്ടപ്പെടുന്ന മലയാളി പ്രേക്ഷകരുടെ പിന്തുണ പരമ്പരയ്ക്ക് തുടക്കം മുതൽ ലഭിക്കുന്നുണ്ട്. പി കുഞ്ഞികൃഷ്ണൻ, ഗോമതി പ്രിയ, പ്രബിൻ, നിഷ സാരംഗ്, രേവതി SJ, ഹരിത നായർ, ലക്ഷ്യ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. തമിഴിൽ വലിയ വിജയമായ മഹാനദിയുടെ ആത്മാവും വികാരങ്ങളും നിലനിർത്തിക്കൊണ്ടാണ് ഈ പുഴയും കടന്ന് മലയാളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടൊരുക്കിയ ഈ പരമ്പരയ്ക്ക് തുടക്കം മുതൽ നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. മഹാനദിയുടെ ജനപ്രീതി കാരണം വിവിധ ഭാഷകളിൽ റീമേക്കുകൾ എത്തിയിട്ടുണ്ട്. തമിഴിൽ മഹാനദി സ്റ്റാർ വിജയിലും കന്നഡയിൽ വസുദേവ കുടുംബത, തെലുങ്കിൽ ബംഗാരു പഞ്ചാരം എന്നും മലയാളത്തിൽ ഈ പുഴയും കടന്നും എന്നും പറയുന്നുണ്ട്. ഭാഷ മാറിയാലും കുടുംബ ബന്ധങ്ങളും വികാരങ്ങളും ഒരുപോലെ പ്രേക്ഷകരെ ആകർഷിക്കുന്നുവെന്നതിന്റെ തെളിവാണ് ഈ റീമേക്കുകൾ. രാത്രി 9:30 എന്ന മത്സരാധിഷ്ഠിത സമയത്തും ഈ പുഴയും കടന്ന് സ്ഥിരമായി മികച്ച റേറ്റിംഗ് നേടുന്ന പരമ്പരകളിൽ ഒന്നാണ്. 100 എപ്പിസോഡുകൾ പിന്നിട്ട ഈ പുഴയും കടന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ വികാര നിർഭരമായ മുഹൂർത്തങ്ങളും കഥാമാറ്റങ്ങളുമായി മുന്നേറുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. അതേസമയം ഏഷ്യാനെറ്റിന്റെ മറ്റൊരു വലിയ പ്രോജക്റ്റായ ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. കോമണർ എൻട്രിക്കായി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിശദമായ രജിസ്ട്രേഷൻ വിവരങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്.